RCMലൂടെ ഉണ്ടായ ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് വണ്ടർവേൾഡ് പ്രൈം ഓണർ വിനോദ് കുമാർ സാർ. വിനോദ് കുമാർ സാറിനെ നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം സാർ. ജയാർസ്യം സാർ, എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ ശരിക്ക് കാലടി ആണ് എൻ്റെ വളർന്ന സ്ഥലം, എല്ലാം കാലടിയാണ്. എറണാകുളം ജില്ലയിലെ തന്നെ ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലാണ് ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം. അതിനുശേഷം ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് എറണാകുളത്ത്. ഞാൻ ഒരു NHPC എന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫൈനാൻസിന്റെ തസ്തികയിൽ നിന്നാണ് റിട്ടയർ ആയത്. അത് 3 വർഷത്തോളം ആവുന്നു റിട്ടയർ ആയിട്ട്. അതിനുശേഷം ഞാൻ വണ്ടർ വേൾഡ് ക്യുക്ക് തുടങ്ങി, വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങി. ഇനി RCMലൂടെയുള്ള എൻ്റെ പ്രയാണം അത് പറയത്തക്കതായിട്ട് അത്ര ഒന്നുമില്ല, എങ്കിലും കുറച്ചു നേരം കുറച്ച് പറയാം. എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല, കാരണം അതിന് മാത്രം എക്സ്പീരിയൻസ് 2 വർഷം ആയെങ്കിലും അത്രയ്ക്ക് പറയത്തക്കതായ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ RCMന്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ബയോ ഏജ് എന്നൊരു പ്രോഡക്റ്റ് ആണ്. അത് ഒരിക്കൽ ഞാൻ ലീവിന് വന്നപ്പോൾ ആലുവയിലുള്ള അന്ന് സച്ചിത് പൈ സാറ് വണ്ടർ വേൾഡ് ക്യുക്ക് തുടങ്ങിയ അധികം ആയിട്ടില്ലായിരുന്നു. ആ ഷോപ്പിൽ പോയപ്പോൾ അന്ന് ആദ്യം തന്നെ എൻ്റെ ബോഡി സ്കാൻ ചെയ്തു സച്ചിത് പൈ സാറ്. ബോഡി സ്കാൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ പല ഇതും സജസ്റ്റ് ചെയ്തു. അന്ന് BJ ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നെങ്കിലും BJ ഒന്നും ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഏതായാലും എന്തെങ്കിലും വാങ്ങണ്ടേ എന്നുള്ളതിൽ ബയോ ഏജ് വാങ്ങിച്ചു. കാരണം ഫാറ്റി ലിവർ അതിനു മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു. അന്ന് ഡോക്ടർ എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊക്കെ തന്നിരുന്നു, ടാബ്ലറ്റ് ഒക്കെ. അത് ഏതായാലും ആ ടാബ്ലറ്റ് തന്നെ 2000 രൂപ ഓർത്തോളം ഒരു മാസം വില വരുന്ന ടാബ്ലറ്റാണ് തന്നത്. പക്ഷെ ആ ടാബ്ലറ്റ് ഞാൻ വെച്ചുകൊണ്ടിരുന്ന് കഴിച്ചില്ല. കഴിച്ചാൽ അതിൻ്റെ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു പേടിയിൽ അത് കഴിച്ചില്ല. ഞാനത് വേറെ ആൾക്ക് വെറുതെ കൊടുക്കും, അതൊന്നും കഴിച്ചില്ല. അതിനുശേഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടന്നപ്പോൾ ഈ ബയോയേജിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ആയുർവേദിക് പ്രോഡക്റ്റ് ആണല്ലോ, ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോഴും RCMനെ കുറിച്ച് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. RCM എന്താണെന്ന് എനിക്ക് അറിയുകയില്ല. എങ്കിലും ബയോയേജ് ഞാൻ വാങ്ങിച്ചു, കഴിച്ചു. അത് ഫലം കണ്ടു. ഫാറ്റി ലിവർ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 മാസം കഴിച്ചു. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഇല്ലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ വൈഫ് ഇതിലുണ്ടായിരുന്നു, RCMൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിരുന്നു. പക്ഷേ RCMനെ കുറിച്ച് വൈഫ് എന്നോടൊന്നും ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല RCMനെ കുറിച്ച്. പിന്നീട് റിട്ടയർ ആയിട്ട് വന്നു. റിട്ടയറായി വന്നതിന് ശേഷം ആണ് പിന്നെ വൈഫ് എന്നോട് ചോദിച്ചു ഷോപ്പ് ഇടാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ റിട്ടയർ ആയതിനു ശേഷം എന്തെങ്കിലും ചെയ്യണമല്ലോ. എൻ്റെ താല്പര്യം ചെറുപ്പം തൊട്ട് തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ജോലിക്ക് പോയതാണ്. വീട്ടിലെ പെർമിഷൻ, അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു ഷോപ്പ് ഇടാനായിട്ട്. ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ബുക്ക് ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന. ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ബുക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛൻ തുടങ്ങി വെച്ചതാണ്. ആ ബുക്ക് ഷോപ്പ് തന്നെ തുടങ്ങും, അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു വാശിയിലായിരുന്നു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ജോലിക്ക് പോകണം എന്നുള്ള അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് കിട്ടിയത്. അപ്പോൾ റിട്ടയറായി വന്നതിന് ശേഷം മനസ്സിൽ അത് തന്നെ ഒരു ഷോപ്പ് തുടങ്ങണം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ഇത് തന്നെ അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒന്ന് പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഗിരീഷ് സാറിൻ്റെ അന്ന് ഞാൻ ഗിരീഷ് സാറിൻ്റെ ക്ലാസ് കേട്ടു. ആദ്യമായിട്ട് ആലുവ വണ്ടർ വേൾഡിൽ കേട്ടു. അപ്പോൾ ഗിരീഷ് സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു സാറ് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് സാറ് നോൺ വെജിറ്റേറിയനിൽ നിന്ന് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയി മാറി എന്ന് പറഞ്ഞു.
അപ്പോൾ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ അത്രയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. കാരണം ഞാൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എനിക്കും തോന്നി ഈ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മനസ്സിൽ ആ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തു. പിന്നെ മറ്റു പല ഷോപ്പുകളും കണ്ടു. ഗിരീഷ് സാറിന്റെ കൗൺസിലിംഗ് കിട്ടി, ഗിരീഷ് സാറിന്റെ ഓഫീസിൽ പോയി കണ്ടു. അതിനുശേഷം ഷോപ്പ് തുടങ്ങി. ധാരാളം പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിച്ചു. അത് എല്ലാം വളരെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ ആ ഷോപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എറണാകുളം സിറ്റിയിൽ ഒരു ഷോപ്പ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കും തോന്നി എറണാകുളം സിറ്റിയിൽ ഞാനായിട്ട് തന്നെ ഒരു ഷോപ്പ് തുടങ്ങാം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഷോപ്പ് തുടങ്ങി. പിന്നീട് ആണ് വണ്ടർ വേൾഡ് പ്രൈമിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ ഇന്ത്യയിലൊക്കെ ആ സമയത്ത് വണ്ടർ വേൾഡ് പ്രൈം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ല. അപ്പോൾ ആദ്യത്തെ വണ്ടർ വേൾഡ് പ്രൈമിന്റെ ഓർഡർ ആകാനുള്ളൊരു ആഗ്രഹം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങാനുള്ള തീരുമാനം എടുത്തു. അതിന് സച്ചിൻ പൈ സാറും വളരെയേറെ ഹെൽപ്പ് ചെയ്തു. സച്ചിൻ പൈ സാറിന്റെ മോട്ടിവേഷൻ ആയിരുന്നു അതിന് പിന്നിൽ. പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. പിന്നെ ഏതായാലും മുമ്പോട്ട് തന്നെ വെച്ച് കാല് പിന്നോട്ട് എടുത്തില്ല. വണ്ടർ വേൾഡ് പ്രൈമായിട്ട് മുമ്പോട്ട് പോയി. വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങി. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് വിട്ടുപോയത്, ഞാൻ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്പ്ലേ വാള് തുടങ്ങി. അത് എളമക്കരയിൽ എൻ്റെ വൈഫ് ഹൗസിൽ തുടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ അച്ഛനും അമ്മയും സമ്മതിക്കാത്തതുകൊണ്ട് അതിന്റെ മീറ്റിംഗ് ഒക്കെ വെച്ചത് ഞങ്ങള് വേറൊരു വാടകയ്ക്കൊരു ഹാള് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു ഡിസ്പ്ലേ വാൾ മീറ്റിംഗ് ഇനാഗ്രേഷനൊക്കെ നടത്തിയത്. അതിനുശേഷം വീട്ടിലിരുന്നും ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡിസ്പ്ലേ വാൾ കാര്യമായിട്ട് ആക്റ്റീവ് ആക്കാൻ പറ്റിയില്ല. എങ്കിലും പരിചയക്കാർക്കൊക്കെ പലരും പ്രോഡക്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെയാണ് ഷോപ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഷോപ്പിൽ നിന്നാണ് ആർക്കാണെങ്കിലും ഹോം ഷോപ്പ് വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഷോപ്പൊക്കെ കൂടിയായിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഷോപ്പ് ഉണ്ടാക്കാനുള്ള പ്രേരണ ഞാൻ പറയാം. അത് ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അന്ന് തന്നെ ജോലിക്ക് പോകാനോ പഠിക്കാനോ താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഇതായിരുന്നു. അത് 8ാം ക്ലാസ്സിൽ ബിസിനസ് എന്താണെന്ന് അറിയാത്ത കാലത്ത് തൊട്ട് മനസ്സിലുള്ളൊരു ഇതാണ്. അന്ന് തന്നെ ഞാൻ ചെറിയ ചെറിയ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതായത് എന്താ പറയുക, ഈ കോഴിയെ വളർത്തിയിരുന്നു. അതിൻ്റെ മുട്ട വിൽക്കുക, കോഴി വലുതാകുമ്പോൾ അതും ഒരു പാർട്ട്ണർഷിപ്പിലാണ്. ഞാനും വേറൊരു ഫണ്ടും കൂടിയാണ്. അതൊരു വളരെ രസകരമായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ കോഴി വലുതാകുമ്പോൾ അതിനെ വിൽക്കുക, പിന്നെ പൗൾട്രി ഫാം തുടങ്ങുക, ചെറിയ ആടിനെ വാങ്ങുക, അതിനെ വളർത്തുക, അത് വലുതായി കഴിയുമ്പോൾ വിൽക്കുക. അപ്പോൾ അതിലൊക്കെ ആയിരുന്നു 8ാം ക്ലാസ് തൊട്ടുള്ള ഇൻട്രസ്റ്റ്. അതിലായിരുന്നു, പഠിക്കാനായിരുന്നില്ല. അതെല്ലാം പിന്നെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പലതും നിർത്തേണ്ടി വന്നു. അങ്ങനെ പല സാഹചര്യം ഉണ്ടായി. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും എങ്ങനെയൊക്കെ അഡ്മിഷൻ കിട്ടി. പക്ഷെ അപ്പോഴും എൻ്റെ താല്പര്യം അപ്പോൾ എൻ്റെ ബുക്ക് ഷോപ്പ് എങ്ങനെയെങ്കിലും നല്ല അതിൽ കയറാന്നുള്ളതായിരുന്നു. അപ്പോൾ ബുക്ക് ഷോപ്പ് അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്ര കാര്യമായിട്ടത് വർക്കിംഗ് ആയിരുന്നില്ല. അങ്ങനെ ബുക്ക് ഷോപ്പ് പഠിക്കുമ്പോൾ തന്നെ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ബുക്ക് ഷോപ്പ് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രീ ഡിഗ്രിയും കഷ്ടിച്ച് ജയിച്ചു. ബികോമിന് അതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല. വീട്ടിലിരുന്നു കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്ത് പഠിച്ചു. അതോടൊപ്പം ബുക്ക് ഷോപ്പ് നോക്കി. ബുക്ക് ഷോപ്പ് ഒരുവിധം നല്ല ഇൻട്രസ്റ്റോട് കൂടി തന്നെ നോക്കി. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ബുക്ക് ഷോപ്പിൽ നിന്ന് 4-5 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു. അച്ഛൻ റിട്ടയറായി വന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു ബുക്ക് ഷോപ്പ് തുടങ്ങി. 2 ബുക്ക് ഷോപ്പ് തുടങ്ങി. അതിനിടയ്ക്ക് എനിക്ക് CA, അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ ഞാൻ CAക്ക് പഠിക്കാൻ പോയി. ആ CA പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോഴും അപ്പോഴും ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ബുക്ക് ഷോപ്പ് തന്നെ തുടങ്ങണം എന്നുള്ളതായിരുന്നു. പക്ഷെ
അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഷോപ്പ് തുടങ്ങാൻ ആ ഒരു ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പിന്നീട് അതിന് ശേഷമാണ് പിന്നെ റിട്ടയർ ആയതിനു ശേഷം റിട്ടയർമെന്റിന് മുമ്പ് ഞാനൊരു റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തിയിരുന്നു. അത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അത്ര കാര്യമായിട്ട് ഇതാക്കാൻ പറ്റിയില്ല. പിന്നീട് അത് നിർത്തി. അതിനുശേഷം വീണ്ടും അപ്പോഴും ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ഷോപ്പുകൾ ഇടണം എന്നുള്ള ഇതിൽ RCMന്റെ ഷോപ്പ് തന്നെ ഞാൻ നോക്കിയപ്പോൾ റിസ്ക് കുറഞ്ഞതാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ധാരാളം പേരെ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി നമ്മൾ തന്നെ RCMൽ എല്ലാം ഒരു ഫാമിലി പോലെ തന്നെയാണല്ലോ. അപ്പോൾ ആ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ കഴിയും. അവർ തന്നെ ആയിരിക്കും നമ്മുടെ കൂടുതലും അടുപ്പം RCMക്കാരോട് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു ആ ഒരു ഇതും കൂടി ആയിരുന്നു. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഇതായിരുന്നു. റിസ്ക് കുറവാണ്, നമുക്ക് ധാരാളം പേരെ പരിചയപ്പെടാം, ധാരാളം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, അങ്ങനെ ധാരാളം എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. ഞാൻ എപ്പോഴും അതിനാണ് മുൻഗണന കൊടുത്തിരുന്നത് പണത്തെക്കാളേറെ. കാരണം അത്യാവശ്യം വേണ്ട എല്ലാം എൻ്റെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് റിട്ടയർമെന്റിന് ശേഷം. കൂടുതൽ യാത്രകൾ ചെയ്യണം, കൂടുതൽ എൻജോയ് ചെയ്യണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് ഉള്ളൂ. അത് അന്നായാലും ഇന്നായാലും എപ്പോഴും ലക്ഷറി ലൈഫിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ. ഞാൻ സിമ്പിളായിട്ട് എത്ര സിമ്പിളായിട്ട് ജീവിക്കാം അത്രയും സിമ്പിളായിട്ട് കഴിയുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇത്. പിന്നെ ഇതിന് മകനും കൂടി ഇതിൽ താല്പര്യം വന്നുകൊണ്ട് ഞാൻ വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങാൻ അവന്റെ പേരിലാണ് വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങി നടത്തുന്നത്. അത് അവന് തന്നെ നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. അവന് അതിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ അതിലും തുടങ്ങി. അപ്പോൾ RCMലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് ഇല്ല. കാരണം ഞാൻ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് ഞാൻ നടക്കാറില്ല, അതിനുള്ള സമയം ഉണ്ടാവാറില്ല. അത്രയ്ക്ക് എനിക്ക് ഷോപ്പിലാണ് എപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ്. ഷോപ്പ് എങ്ങനെ നല്ല രീതിയിൽ നടത്താം, അത് അതാണ് എപ്പോഴും ഞാൻ ഇൻട്രസ്റ്റ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടീം ബിൽഡിങ്ങിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു മാസം ഒരു 2 ജോയിനിങ് ഒക്കെ മിക്കവാറും 2-3 ജോയിനിങ് കിട്ടാറുണ്ട്, എടുക്കാറുണ്ട്. അത് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളൊരു ഇതില് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ RCMൽ ഇനി പറയത്തക്കതായിട്ട് ഒന്നുമില്ല. എങ്കിലും ഞാനിവിടെ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒരു ജോലി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നല്ല ജോലിയൊക്കെ. പക്ഷെ ഞാനും നല്ല ജോലിയിലായിരുന്നു. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ ധാരാളം പ്രശ്നങ്ങളും കൂടി കടന്നു വന്ന ഒരാളാണ്. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഇവിടെ ഇരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ജോലിയിലുള്ള കഷ്ടപ്പാടല്ല, ആ സാഹചര്യം. ഞാൻ ജോയിൻ ചെയ്തത് തന്നെ കാശ്മീരിലായിരുന്നു. കാശ്മീരിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ആ സമയത്ത് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാലമായിരുന്നു തീവ്രവാദികളുടെ. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഏരിയയിലൊക്കെ കൂടുതലും മിക്കവാറും കർഫ്യൂ തന്നെയായിരിക്കും, ഓഫീസ് അവധിയായിരിക്കും, വെടിയുണ്ടകൾ ചീറിപ്പായുന്ന ശബ്ദം രാത്രിയിലും കേൾക്കാം. ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാറില്ല, അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. പല സ്ഥലത്തും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ട്. അതെല്ലാം പിന്നെ ഞങ്ങളുടെ കോളനിയിലായിരുന്നത് കൊണ്ട് അത് വളരെ സെക്യൂർഡ് ആയിരുന്നു. ഞങ്ങൾക്ക് അധികം പുറത്തു പോകാനുള്ള അനുവാദമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആയിരുന്നു. 5 വർഷം അവിടെ കഴിഞ്ഞതാണ് കാശ്മീരിൽ. പക്ഷെ എന്നാലും അവിടെ എൻജോയ് ചെയ്തു. അവിടുത്തെ ക്ലൈമറ്റും സ്നോഫാളും അങ്ങനെയെല്ലാം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈഫിനെയും കൂടി അവിടെ കൊണ്ടുപോയി. ഒരു വർഷം ഏതാണ്ട് 5-8 മാസം വൈഫ് അവിടെ ഉണ്ടായിരുന്നു. വൈഫിനും കുറേ ഇത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്. പലപ്പോഴും പേടിച്ചുള്ള ജീവിതം തന്നെയായിരുന്നു അവിടെ. അതിനുശേഷം ആണ് പിന്നെ ബോംബെയിൽ ബോംബെ ട്രാൻസ്ഫർ ആയി പോയത്. അപ്പോൾ അവിടെ എൻ്റെ പഠനം പൂർത്തിയായിരുന്നില്ല. CA ഞാൻ കംപ്ലീറ്റ് ആക്കിയത് ബോംബെയിൽ വെച്ചായിരുന്നു. പിന്നെ MBAയും ബോംബെയിൽ വെച്ച് ചെയ്തു. അതിനുശേഷം പിന്നെ രത്നഗിരി എന്ന അൽഫോൻസോ മാംഗോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അൽഫോൻസോ മാംഗോ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് രത്നഗിരി. ആ രത്നഗിരിയിൽ ഒരു 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു
സ്ഥലമായിരുന്നു. അവിടെയും ഫാമിലിയോടൊപ്പം തന്നെ. അതിനുശേഷം പിന്നെ പോയത് അരുണാചൽ പ്രദേശിലായിരുന്നു. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ വളരെ തീരെ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം ഈ എന്താ പറയുന്ന മനുഷ്യരൊക്കെ കാടന്മാരാണ്. ഭയങ്കര അഗ്രസീവ് നേച്ചറുള്ള ഒരു ഒരു ഇതാണ്. അവിടെയൊക്കെ ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അപ്പോൾ വർക്കിലാണെങ്കിലും എൻ്റെ ശത്രുക്കൾ എൻ്റെ ചുറ്റുമുള്ളവർ തന്നെയായിരുന്നു. എൻ്റെ ബോസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നവര്. കാരണം സത്യസന്ധ ഈ ഗവൺമെന്റ് ഇതായിരുന്നതുകൊണ്ട് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല. പക്ഷേ അതിനിടയ്ക്ക് ആ സത്യസന്ധത പുലർത്തും നോക്കുമ്പോൾ എനിക്ക് മറ്റു പലരെയും പിണക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മുടെ ബോസ് ആണെങ്കിൽ പോലും അയാൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അത് ഞാൻ എപ്പോഴും അതിന് അഗൻസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരു പേപ്പറും ഞാൻ സൈൻ ചെയ്യില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടെ ഉള്ളവരും പ്രതീക്ഷിക്കുന്നത് അവർക്കും നിയമം നോക്കാതെ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ്. പല ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും അവർക്ക് വേണം. അത് ഞാനാണെങ്കിൽ അത് നിയമം നോക്കിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. നിയമത്തിലില്ലാത്ത ഒരു ബെനിഫിറ്റും ഞാൻ അവർക്ക് കൊടുക്കാറില്ല. അതിന്റെ കാര്യത്തിൽ അവരും അങ്ങനെ പിണക്കത്തില്. പിന്നെ കോൺട്രാക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ ബില്ല് എങ്ങനെയെങ്കിലും പാസ്സാക്കി കിട്ടുക. അതിന് ഞാൻ അഗൻസ്റ്റ് ആയിരുന്നു. ശരിയായ ബില്ലല്ലെങ്കിൽ ഞാനത് പാസ്സാക്കില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു. കാരണം അവിടെ വളരെ അഗ്രസീവ് നേച്ചറാണ്. അവര് എപ്പോഴും വാളും തോക്കും ഒക്കെ ആയിട്ട് നടക്കുന്ന കോൺട്രാക്ടേഴ്സ് ആണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ബോസ് ആണെങ്കിലും അവർക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട്. നേരിട്ട് പറയില്ല എങ്കിലും വളഞ്ഞ വഴിക്ക് ഉള്ള ഇതായിരിക്കും അവര്. അപ്പോൾ അങ്ങനെ ബോസിനോടും പക്ഷെ എന്തോ ഭാഗ്യവശാൽ അവിടെ ബോസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അവിടെ വർക്ക് സുപ്രീം കോടതി സ്റ്റേ വന്നതുകൊണ്ട് എൻ്റെ ബോസും ധാരാളം പേര് ട്രാൻസ്ഫർ ആയി പോയി. പിന്നീട് ചാർജ് എനിക്ക് തന്നെയായിരുന്നു. അത് പക്ഷെ അതിനേക്കാളേറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നേരിട്ടുള്ള കോൺട്രാക്ടേഴ്സുമായിട്ട് നേരിട്ടുള്ള ഇടപെടലും അവിടെ ലോക്കലായിട്ട് നേരിട്ട് ഇടപെടലും അങ്ങനെ പല പ്രാവശ്യവും എങ്ങനെയൊക്കെയോ അടി കിട്ടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് ദൈവാധീനമാണ്. പലപ്പോഴും വാളിന്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുറെ പറയാനാണെങ്കിൽ ധാരാളം ഉണ്ട്. അത് പറഞ്ഞാൽ തീരൂല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ താജിക്കിസ്ഥാൻ, റഷ്യയിൽ പോസ്റ്റിംഗ് ആയി. റഷ്യയിൽ അത് ഒരു സ്പെഷ്യൽ അസൈൻമെന്റ് ആയിരുന്നു. അത് CMD നേരിട്ട് നോമിനേറ്റ് ചെയ്ത് മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ച് ഞങ്ങളെ 4 പേരെ അങ്ങോട്ട് റഷ്യയിലേക്ക് വിട്ടു. അവിടെ സ്ഥിതി വഷളാകുന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവിടെ വളരെ നല്ല മനുഷ്യരായിരുന്നു. താജിക്കിസ്ഥാൻ എന്ന പ്രദേശത്ത്. അത് നമ്മുടെ POKക്ക് മുകളിലാണ്, ബോർഡറാണ്, അഫ്ഗാൻ ബോർഡറാണ്. അതും നല്ലൊരു ശരിക്കും എൻജോയ് ചെയ്തൊരു പ്രദേശമായിരുന്നു. വളരെ നല്ലൊരു സ്ഥലമായിരുന്നു അത്. ആദ്യം പോകുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു അവിടെ റിസ്ക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും പോവും. എന്തായാലും വരാനുള്ള എവിടെ വെച്ചാണെങ്കിലും വരാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഏതായാലും പോകാനുള്ള അവസരം ഞാൻ ഏതായാലും പാഴാക്കില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി. 3 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് വന്നു. ആദ്യം മധ്യപ്രദേശിൽ പോസ്റ്റിംഗ് ആയി. മധ്യപ്രദേശിൽ വന്നപ്പോഴും അവിടെയും സാധാരണ ഇത് തന്നെ ബോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക, എപ്പോഴും സ്വസ്ഥത കിട്ടാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ജോലി എത്ര വേണമെങ്കിലും ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അതിന് രാവോ പകലോ ഒന്നും നോക്കാറില്ല. ജോലി ഉണ്ടെങ്കിൽ ഇരുന്ന് തനിച്ചിരുന്നിട്ടാണെങ്കിലും ജോലി ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഇതാണ്, നമുക്ക് എത്ര പേരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് ഉള്ളതാണ്. അങ്ങനെ മുമ്പോട്ട് എങ്ങനെയൊക്കെയോ പോയി. ഏതായാലും ദൈവാധീനം കൊണ്ട് മാത്രം പല ആപത്തുകളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു. ഞാൻ ആവശ്യമില്ലാത്ത പേപ്പർ സൈൻ ചെയ്യാറില്ല. ആര് പറഞ്ഞാലും സൈൻ ചെയ്യാറില്ല.
അതുകൊണ്ട് മറ്റ് CBI കേസിലോ വിജിലൻസ് കേസിലോ ഒക്കെ പെടാതെ റിട്ടയറായി വന്നു എന്നുള്ളത് വലിയൊരു ഇതാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ പേടി തോന്നും എങ്ങനെയൊക്കെയാണ് വന്നതെന്നുള്ളത്. ജീവിതം പലപ്പോഴും ഇതായിട്ട് കൈവിട്ടു പോകുന്നുള്ള സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. പലപ്പോഴും അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്, വാളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല സിറ്റുവേഷനിലും കഴിഞ്ഞു കൂടിയിട്ട് ഏതായാലും രക്ഷപ്പെട്ടു വന്നു. ഇന്ന് നല്ല രീതിയിൽ RCMൽ തന്നെ ഇന്ന് വളരെ സന്തോഷത്തോടെ തന്നെയാണ് RCMലൂടെ മുമ്പോട്ട് പോകുന്നത്. ഇനിയും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ ഷോപ്പ് നടത്തി മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് താല്പര്യം. അതിന് പിന്നെ മകനെയും കൂടി ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RCMൽ അങ്ങനെ പറയത്തക്ക എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്കില്ല, എങ്കിലും ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. അത്ര തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇപ്പോൾ വിജയകിരണത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സംസാരിക്കുന്നത് വളരെ പൊതുവെ കുറവായിരുന്നു. ജോലിയിൽ ഇരിക്കുമ്പോഴും ആവുന്നതും, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആവുന്നതും വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ജോലിയിൽ ഉള്ളപ്പോഴും ഉള്ളൂ. ഇപ്പോഴും നാട്ടിൽ വന്നപ്പോഴും പഴയ ഫ്രണ്ട്സ് ഇപ്പോഴും ആരും ഇല്ല. ഇപ്പോൾ ഉള്ളവരെല്ലാം RCMലോട് ഉള്ള കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ കൂടുതലും. അങ്ങനെ RCMൽ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. RCM. ഒരു കാര്യം കൂടി പറയാനുണ്ട് സാർ. പറഞ്ഞോളൂ. ഇതില് വന്നപ്പോൾ ഒരു കാര്യം ഏതായാലും മനസ്സിലായി. നമ്മൾ എത്ര പഠിച്ചില്ലെങ്കിലും RCMല് ഒരു ഗുണമുണ്ട്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് കാശുണ്ടാക്കാം. നല്ല പഠിച്ചവർക്കും അതുപോലെ കാശുണ്ടാക്കാം, പഠിക്കാത്തവർക്കും കാശുണ്ടാക്കാം. ഇപ്പോൾ RCMലാണെങ്കിൽ ഞാൻ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും ഇവിടെ അറിയില്ലായിരുന്നു, ഉണ്ടാകില്ലായിരുന്നു. അത് വളരെ ഒരു സത്യം തന്നെയാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ RCM പരിചയപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഈ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെ RCMൽ നല്ല രീതിയിൽ മുമ്പോട്ട് നല്ല ലെവലിൽ എത്തിയിരുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നൊരു ഇതുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് സാറിന് കൃത്യമായ സമയത്ത് കൃത്യമായി നല്ല ഒരു ടീമിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലിയുടെ സമ്മർദ്ദങ്ങൾ ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാനും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു മിക്ക ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് പ്രാധാന്യം കൊടുക്കുന്നത് ജോലിക്കാണ്. RCMന് ഒരു വളരെ ജീവിതത്തിന്റെ ഒരു 5% മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഈ RCMന് ഒരു 90% പ്രാധാന്യം കൊടുത്ത് ജോലിക്ക് 10% പ്രാധാന്യം കൊടുത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാവും. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് വിനോദ് കുമാർ സാറ്. വിനോദ് കുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം എത്ര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ്. ഈ കേരളം മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ ദിവസവും വണ്ടർ വേൾഡ് ക്യുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് അവിടെ വണ്ടർ വേൾഡ് പ്രൈമിൽ നിങ്ങളൊന്ന് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള സാറിന്റെ പെരുമാറ്റം, ആ ഷോപ്പിന്റെ ഭംഗി, അവിടെയുള്ള മീറ്റിംഗ് ഹാള്, സാറ് അവിടെ ഒരു കോഫി ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. RCMന്റെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുള്ള ബിരിയാണി, RCMന്റെ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ചായ, ഇതൊക്കെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം സാറിനോട് പെരുമാറുന്നതും സാർ അവരോട് പെരുമാറുന്നതും ഒരു അച്ഛനും മക്കളെ പോലെയാണ്. അത്ര നല്ല ഇതാണ്. അപ്പൊ ഒരു സാധാരണക്കാരനാണ് അവിടെ ചെന്ന് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. വിനോദ് കുമാർ സാറിന്റെ ആ പെരുമാറ്റവും എല്ലാം. നമ്മുടെ സൂമിൽ തന്നെ ആയാലും സാർ ഒരു സാധാരണ ഇതുപോലെ. അപ്പൊ അത്രയും ഉന്നതമായ
ജോലിയിൽ ഇരുന്ന ഒരാള് ഇത്രയും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ, നമ്മളെല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ, അതായത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടർ വേൾഡ് പ്രൈം തുടങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മുടെ വിനോദ് സാറ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, നല്ലൊരു ജീവിതയാത്രയായിരുന്നു വിനോദ് സാർ നമ്മളോട് പറഞ്ഞത്. അടിപൊളി, സൂപ്പർ.